ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് ഏക് ദിൻ കാ എന്ന ടൈറ്റിലോട് കൂടിയ കവിത. എഴുതിയത് അയോധ്യ സിംഗ് ഉപാധ്യായാണ്. അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് ഹരിഔത്ത് എന്നുള്ളത്. പഠിച്ചു വയ്ക്കണം. അയോധ്യ സിംഗ് ഉപാധ്യായ തൂലിക നാമം ഹരിഔത്ത് എന്നാണ്. അദ്ദേഹമാണ് ഏക് ദിൻ കാ ഒരു പുൽക്കൊടി എന്ന ഒരു മനോഹരമായ പദ്യം നമുക്ക് വേണ്ടി എഴുതിയത്. നോക്കിയേ, ചെറിയ ഒരു പോയമാണ്, 3 സ്റ്റാൻസേ ഉള്ളൂ. നോക്കിയിരിക്കണം. ഇതിലൂടെ അദ്ദേഹം ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഒരു ചെറിയ വസ്തുവിനെ മനുഷ്യൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ കഴിയും, അല്ലേ? അഹങ്കാരം ആണ് മനുഷ്യനെ, അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഒരു ചെറിയ വസ്തുവിന് കഴിയും എന്ന് അദ്ദേഹം ഇതിലൂടെ സൂചന നൽകുകയും ചെയ്യുന്നു. നമുക്ക് വായിക്കാം. നോക്കിയേ. മെയിം ഖമണ്ടോ മേം ഭരാ ഏണ്ടാ ഹുआ एक दिन जब था मुंडरे पर खड़ा आ अचानक दूर से उठता हुआ एक तिनका आंख में मेरी पड़ा. ഖമണ്ട് അഹംഭാവം, ഏണ്ട് അഹങ്കാരം, ഏക് ദിൻ ഒരു ദിവസം, മുണ്ടരെ പാരപ്പറ്റ്, കടഹൊന നിൽക്കുക, അച്ചാനക്ക് പെട്ടെന്ന്, ദൂരെ ദൂരെ, ഉട്ന പറക്കുക, ഏക് തിൻക ഒരു പുൽക്കൊടി, ആങ്ക് കണ്ണ്. ഇനി നോക്കിയേ. മെയിൻ ഖമണ്ടോ മേ ഭരാ ഏണ്ടാ ഹുവ ഏക് ദിൻ ജബ് ഥാ മുണ്ടരെ പർ ഖട. ഒരു ദിവസം കവി അഹങ്കാരം നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാരപ്പറ്റിൽ നിൽക്കുക ആയിരുന്നു. അതായത് അഹങ്കാരത്തോടെ കവി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാരപ്പറ്റിൽ നിൽക്കുക ആയിരുന്നു. ആ അച്ചാനക്ക് ദൂർ സേ ഉട്ടാ ഹുവ, പെട്ടെന്ന് ദൂരെ നിന്ന് കാറ്റിൽ പറന്നു വന്നു. ഏക് തിനക ആങ്കുമേ മേരി പട, പെട്ടെന്ന് ദൂരെ നിന്ന് ആര് വന്നു? ഒരു തിനക, ഒരു പുൽക്കൊടി പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീഴുന്നു. ദൂരെ നിന്ന് കാറ്റിൽ പറന്നു വന്നത് ഒരു ചെറിയ പുൽക്കൊടിയായിരുന്നു. ആ പുൽക്കൊടി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീഴുന്നു. മേൻ ചിച്ചക്ക് ഉടാ ഹുआ बेचैन सा लाल होकर आंख फी दुखने लगी. मूंड देने लोग कपड़े की लगे ഏണ്ട് ബേച്ചാരി ദബേ പാവോം ഭാഗി. നിന്നൊക്കെ ഭഗി എന്ന് വെച്ചാൽ ഓടുക, ഭാഗിന ഭഗി. മേൻ ചിച്ചക്ക്, ചിച്ചക്കിന സങ്കോചം, ലജ്ജ എന്നൊക്കെയാണ്. ബേച്ചയിൻ ചിന്താകുലനായി വ്യാകുലപ്പെടുക. അടുത്ത നോക്കിയേ. ലാല് ചുമപ്പ്, ആങ്ക് കണ്ണ്, ദുഃഖിനെ വേദന, കപ്പട ഡ്രസ്സ് അല്ലെ വസ്ത്രം, ലോക ആളുകൾ, മൂണ്ടെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൻ്റെ അഗ്രം ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നത്, അതിനങ്ങനെ പറയുന്നത്. ബേച്ചാര പാവം, ദബേ പാവവും, ഫഗി എന്ന് വെച്ചാൽ മിണ്ടാതെ ഓടിപ്പോയി അല്ലെ നിശബ്ദമായി പോയി. നിന്നൊക്കെ മേൻ ചിച്ചക്കുട ഹുവ ബേച്ചൈൻ സാ. മേം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു? അഹങ്കാരത്തിൽ ലജ്ജിച്ച് എഴുന്നേറ്റ് കവി വ്യാകുലപ്പെട്ടു. അഹങ്കാരത്തിൽ അദ്ദേഹം ലജ്ജിച്ചു പോയി. അതിൽ കവി എഴുന്നേറ്റ് വ്യാകുലപ്പെടുന്നു. അപ്പോഴേക്കും ലാൽ ഹോക്കർ ആങ്ക് ഫി ദുഃഖിനെ ലഗി, കണ്ണുകൾ ലാലായി ചുമന്നു, കണ്ണിൽ വേദനയും തുടങ്ങി. മൂണ്ട് ദേനെ ലോഗ് കപ്പടയ്ക്ക് ലഗെ, ജനങ്ങൾ എന്ത് ചെയ്തു? ആളുകൾ തുണിയുടെ ചുരുട്ടുണ്ടാക്കി പുൽക്കൊടി എടുക്കുവാൻ തുടങ്ങി. ഏണ്ട് ബേച്ചാരി ദബേ പാവോം ഫഗി, അപ്പോഴേക്കും പാവം അഹങ്കാരം ആരോടും പറയാതെ നിശബ്ദയായി, അതായത് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. കവിയിലുണ്ടായ അഹങ്കാരം എന്ന ഭാവന മിണ്ടാതെ ഓടിപ്പോയി എന്ന് വെച്ചാൽ നിശബ്ദനായി മാറി കവി. जब किसी डब से निगल तिनका गया तब समझने यूं मुझे ताने दिए एंडता तू किसी लिए इतना रहा एक तिनका है बहुत तेरे लिए. ഡബ് സെ എന്ന് വെച്ചാൽ കിസി തരഹ, അതായത് ഏത് രീതിയിലോ എന്തൊക്കെ ഉപായം എന്നൊക്കെ പറയാം. ഇനി അടുത്ത് നോക്കിയേ. സമച്ചെന്ന് വെച്ചാൽ മനസ്സിലാകുക അല്ലെ വിവേകം, അറിവ് എന്നൊക്കെയാണ്. താനെ ദിയ, താനാന്ന് വെച്ചാൽ പരിഹസിക്കുക എന്ന വാക്കാണ്. ഇനി നോക്കിയേ. ജബ് കിസി ഡബ് സെ നിഖിൽ തിനക ഗയ, ആളുകൾ എന്ത് ചെയ്യുന്നു നോക്കിയേ? എന്തൊക്കെയോ ഉപായത്തിൽ ജനങ്ങൾ ആ പുൽക്കൊടിയെ പുറത്ത് എടുത്തു. അങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആ പുൽക്കൊടിയെ ജനങ്ങൾ പുറത്തേക്ക് എടുത്തു. തബ് സമച്ച് നെ യോം മുച്ചേ താനെ ദിയെ, അപ്പോഴേക്കും കവിയുടെ അറിവ് അദ്ദേഹത്തിനെ എന്ത് ചെയ്ത്? പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. കവിയുടെ വിവേകം, അറിവ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഏണ്ട് താത്തു കിസിലിയെ ഇത്തന രഹ, നിങ്ങൾ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്, അല്ലേ?
ഇത്രയും നിങ്ങൾ എന്തിനാണ് അഹങ്കരിച്ചത് എന്ന് വിവേകം ചോദിച്ചു. ഏക് തിനകാഹേ ബഹുത്ത് തെരെ ലിയേ, ഒരു പുൽക്കൊടി കൊണ്ട് ഒരു പുൽക്കൊടിയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ദുഃഖം നൽകിയത്. ഒരു ചെറിയ വസ്തുവില്ലേ, അത് നിങ്ങൾക്ക് ഇത്രയും വലിയ ദുഃഖമാണ് നൽകിയത് എന്ന് നിങ്ങൾ ആലോചിക്കുക എന്ന് അറിയിക്കുന്നു. ഓക്കെ, ഇതിലൂടെ കവി അറിയിക്കുന്നത് ഒരു ചെറിയ പുൽക്കൊടിക്ക് അദ്ദേഹത്തിൻ്റെ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ അഹങ്കാരമില്ലാതെ ജീവിക്കുക എന്ന സന്ദേശം അദ്ദേഹം നൽകുന്നു അല്ലേ. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തത്. ഓക്കെ, ഈ പോയത്തിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കാൻ കൊള്ളാം സെക്കൻഡ് ടൈം എക്സാമിന് കേട്ടോ. പഠിക്കണം. അടുത്ത ക്ലാസ്സിലെ നോട്ട്സ് തരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ തരാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ശരി, എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം.